തൊടുത്ത ഷോട്ട് എതിർ ടീമിന്റെ ഗോൾ വരെ കടന്നിട്ടും ഗോൾ അനുവദിക്കാത്തതിന്റെ നിരാശ എന്തെന്നറിയണമെങ്കിൽ ഇംഗ്ലണ്ടിന്റെ ഫ്രാങ്ക് ലംപാർഡിനോട് ചോദിക്കണം. ദക്ഷിണാഫ്രിക്ക വേദിയായ 2010 ഫുട്ബോൾ ലോകകപ്പിലായിരുന്നു ഇംഗ്ലീഷ് ആരാധകരെ ശുഭിതരാക്കിയ സംഭവം. ജർമ്മനിയും ഇംഗ്ലണ്ടും പ്രീ ക്വാർട്ടറിൽ കൊമ്പ് കോർക്കുന്നു. മത്സരത്തിൽ 1-നെതിരെ 2 ഗോളുകൾക്ക് പിറകിലായ ഇംഗ്ലണ്ട് മത്സരത്തിലേക്ക് തിരിച്ചുവരാൻ ശ്രമിക്കുന്നതിനിടെ ഫ്രാങ്ക് ലംപാർഡ് തൊടുത്ത ഷോട്ട് ജർമ്മൻ ക്രോസ് ബാറിലിടിച്ച് നിലത്ത് വീണു. ഇംഗ്ലീഷ് താരങ്ങൾ ഗോളിനായി വാദിച്ചെങ്കിലും റഫറി ജോർജിയ ലാറിയോണ്ട അത് ഗോളല്ല എന്ന തീരുമാനത്തിൽ ഉറച്ചു നിന്നു. പക്ഷേ ടെലിവിഷനിൽ മത്സരം കണ്ട ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ പ്രേമികൾ അത് ഗോളെന്ന് അലറി വിളിച്ചു. പിന്നീട് 2 ഗോളുകൾ കൂടി സ്കോർ ചെയ്ത് ജർമ്മനി മത്സരം വിജയിച്ചെങ്കിലും അത് ഗോളായിരുന്നുവെങ്കിൽ മത്സരഫലം മറ്റൊന്നാകുമായിരുന്നുവെന്ന് വിശ്വസിക്കുന്നവർ ഇപ്പോഴും ഏറെയാണ്. നിഷേധിക്കപ്പെട്ട ഗോൾ ഇംഗ്ലണ്ടിന്റെ തിരിച്ചടിയായെങ്കിലും ഫുട്ബോളിന് അത് ഗുണമായി. പന്ത് ഗോൾ വരെ ഭേദിച്ചാൽ ഉടൻ അറിയിക്കുന്ന ഗോൾ ലൈൻ ടെക്നോളജി അവതരിപ്പിക്കപ്പെട്ടതും അങ്ങനെയാണ്. 2014 തന്നെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഈ ടെക്നോളജി നടപ്പാക്കി. തൊട്ടു പിന്നാലെ ജർമ്മൻ ബുണ്ടസ് ലീഗയും ഫ്രഞ്ച് ലീഗും ഇറ്റാലിയൻ സെരിയയും ഗോൾ ലൈൻ ടെക്നോളജി പ്രാവർത്തികമാക്കി. പക്ഷേ സ്പാനിഷ് ലാലിഗയിൽ കാര്യങ്ങൾ ഓൾഡ് സ്റ്റൈലിൽ തന്നെ തുടരുകയാണ്. ടെക്നോളജിയുടെ മുഖം തിരിഞ്ഞു നിൽക്കുന്ന ലാലിഗ നടത്തിപ്പുകാരുടെ തീരുമാനത്തിന് വിലയായി തങ്ങൾക്ക് നൽകേണ്ടി വന്നത് വിലപ്പെട്ട ഒരു എൽ ക്ലാസിക്കോയാണെന്ന് ബാഴ്സ ആരാധകർ വിശ്വസിക്കുന്നു. കഴിഞ്ഞ ദിവസം സാന്റിയാഗോ ബെർണബ്യൂവിൽ മത്സരത്തിന്റെ 28ാം മിനിറ്റിൽ റഫീഞ്ഞ തൊടുത്ത കോർണർ ലാമിൻ യമാൽ ഉജ്ജ്വലമായി റയൽ പോസ്റ്റിലേക്ക് ഫ്ലിക്ക് ചെയ്തു. റയൽ ഗോളി ആൻഡ്രേ ലൂനിൻ ഏറെ പടിപ്പെട്ട് സേവ് ചെയ്തെങ്കിലും ബാഴ്സ താരങ്ങൾ പന്ത് ഗോൾ ലൈൻ കടന്നുവെന്ന് വാദിച്ചു. ഇതോടെ റഫറി വാറിലൂടെ വിവിധ ആംഗിളുകൾ പരിശോധിച്ചെങ്കിലും ഗോൾ നൽകാതെ കോർണർ അനുവദിക്കുകയായിരുന്നു. എന്നാൽ പന്ത് ഗോൾ വരെ കടന്നെന്ന തോന്നലാണ് തുടർന്ന് വന്ന ചിത്രങ്ങളും ടെലിവിഷൻ റിപ്ലൈകളും നൽകുന്നത്. സംഭവത്തിന് പിന്നാലെ ഏറ്റവും അധികം വിമർശനം നേരിട്ടത് ലാലിഗ പ്രസിഡന്റ് ഹാവിയർ ടെബാസ് ആണ്. ഗോൾ ലൈൻ ടെക്നോളജി നടപ്പാക്കാൻ വേണ്ട 2.6 മില്യൺ യൂറോ നൽകാൻ അദ്ദേഹം നിരസിച്ചത് നേരത്തെ വാർത്തയായിരുന്നു. പണമാണ് പ്രശ്നമെങ്കിലും അത് സമ്മതിക്കാതെ ഗോൾ ലൈൻ ടെക്നോളജി സിസ്റ്റം ടെന്നീസ് മത്സരങ്ങൾക്ക് യോജിച്ചതാണെന്ന രീതിയിൽ പരിഹസിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.